മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ കേരളത്തിൽ നിരന്തരം വന്നുകൊണ്ട് വ്യക്തമായിട്ട് കേരള ജനതയോട് വിളിച്ചു പറഞ്ഞു, ഭാരതീയ ജനതാ പാർട്ടിയെ അധികാരത്തിലെത്തിക്കൂ. അതേപോലെ തന്നെ അദ്ദേഹം കൃത്യമായിട്ട് ഉയർത്തിപ്പിടിച്ചു, ഞങ്ങൾ കേരളത്തിൽ അധികാരത്തിൽ എത്തുമെന്ന്. ഇത് തന്നെയാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും നിരന്തരം നമ്മുടെ കേരളത്തിൽ എത്തിക്കൊണ്ട് നിരന്തരം വിളിച്ചു പറഞ്ഞിരുന്നത്. എന്നാൽ ഇതിനെയൊക്കെ നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളും അതേപോലെ തന്നെ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, ഈ CPIM, CPIA, പോപ്പുലർ ഫ്രണ്ട്, ജമാഅത്തെ ഇസ്ലാമി, SDPI ഇങ്ങനെ സകലരും ഒരുമിച്ചൊറ്റക്കെട്ടായിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയെയും അമിത്ഷായൊക്കെ അവര് നിരന്തരം പുച്ഛിച്ചോ. കേരളത്തിൽ BJPയോ എന്നായിരുന്നു അവര് പുച്ഛഭാവത്തോടുകൂടി നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നത്. അവർക്കിപ്പോ എന്തു പറയുന്നു? തലസ്ഥാന നഗരിയിൽ ഭാരതീയ ജനതാ പാർട്ടി മേയർ സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനി നമ്മുടെ തിരുവനന്തപുരത്തെ മേയർ എന്ന് പറയുന്നത് VV രാജേഷ്, ഡെപ്യൂട്ടി മേയർ എന്ന് പറയുന്നത് ആശാ നാഥ്. ഭാരതീയ ജനതാ പാർട്ടി തിരുവനന്തപുരത്ത് അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു തർക്കവും വേണ്ട. അടുത്തത് കേരളം പിടിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതിലും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട. ഇതൊക്കെ ഞാൻ വിളിച്ചു പറയുമ്പോ ഇതൊക്കെ ഞാൻ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് വിളിച്ചു പറയുന്നത്. ഇത് കേൾക്കുമ്പോഴേക്ക് സകല മോദി വിരുദ്ധരും കുരുപൊട്ടിച്ചാടി വീഴും. അവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾക്കൊപ്പമുള്ള കോൺഗ്രസിന്റെ നേതാവ് മുരളീധരൻ ഉൾപ്പെടെ ഇത് കൃത്യമായിട്ട് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ഞാനതൊന്ന് എടുത്ത് മുന്നോട്ട് വെക്കാം, നിങ്ങളതൊന്ന് കേട്ടു നോക്കൂ. നരേന്ദ്രമോദി ഒരു കാര്യം സ്ട്രെസ് ചെയ്ത് പറയുമ്പോൾ നമ്മൾ അതിൽ അപകടം മണക്കണം. അദ്ദേഹം ത്രിപുരയില് BJP ജയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകം, കേരളം ഞങ്ങൾ പിടിക്കുന്ന. അപ്പൊ നമ്മളതിനെ ലാഘവത്തോടെ വെള്ളം തള്ളിക്കളയും. കഴിഞ്ഞ ദിവസം അദ്ദേഹം BJPയുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പറഞ്ഞ് കേരളം പിടിക്കുന്നു. ഇതുപോലെ ഇത് ത്രിപുരയിൽ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ പോലെ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ത്രിപുരയിൽ അദ്ദേഹം ചെല്ലുമ്പോൾ 5000 പേരാണ് ആകെ ഉണ്ടായിരുന്നത് ആ ഇലക്ഷനിൽ. പിന്നീട് എന്തായി? പിന്നീട് എന്നപ്പോൾ 50,000 പേര് കൊള്ളുന്ന സ്റ്റേഡിയത്തിൽ ലക്ഷങ്ങളാണ് പോയത്. ത്രിപുര പിടിച്ചില്ലേ? പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഉണ്ടായത് സ്റ്റേറ്റ് കേരളം പോലത്തെ. ഇതിപ്പോ രണ്ടുപേരും ഒരുമിച്ചിട്ട് പോലും തടയാൻ കഴിയുന്നില്ല. നിങ്ങൾ കേട്ടില്ലേ? കോൺഗ്രസിന്റെ നേതാവ് മുരളീധരനാ പറയുന്നത്, നരേന്ദ്രമോദി പറയുന്നതൊന്നും തന്നെ വെറുതെയല്ല എന്ന് വ്യക്തമായിട്ട് മുരളീധരൻ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അത് തന്നെയാ യാഥാർത്ഥ്യം. ഗുജറാത്തില് അഹമ്മദാബാദിലെ ഒരു മുനിസിപ്പാലിറ്റി പിടിച്ച്, ആ മുനിസിപ്പാലിറ്റി ഉയർത്തിപ്പിടിച്ച് ഗുജറാത്ത് പിടിച്ച്, ഗുജറാത്ത് മോഡല് രാജ്യത്തുടനീളം വിളിച്ചു പറഞ്ഞ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ളൊരു മനുഷ്യനാ നരേന്ദ്രമോദി എന്ന് പറയുന്നത്. ആ നരേന്ദ്രമോദിയാ പറയുന്നത് കേരളം പിടിക്കുമെന്ന്. അതിന്റെ തുടക്കമാണ് നമ്മുടെ തലസ്ഥാന നഗരിയിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തിയത്. എന്നാൽ ഇപ്പോഴും കഥയൊന്നുമില്ലാതെ, ഒരു വിവരവും ഇല്ലാതെ നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളും, അതായത് റിപ്പോർട്ടർ ചാനലും മാതൃഭൂമി, ഇവരൊക്കെ ഇങ്ങനെ നിരന്ന് നിന്നുകൊണ്ട് വലിയ രീതിയിലൊരു പ്രചരണമായിരുന്നു ഈ കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ. അതായത് ശ്രീലേഖയെ മേയർ സ്ഥാനാർത്ഥിയാക്കും എന്ന് പറയുമ്പോഴേക്കോ VV രാജേഷിന് വേണ്ടി എന്തുമാതിരി വലിയ കരച്ചിലായിരുന്നു. വലിയ കരച്ചില്. നമ്മൾ പോലും അത്ഭുതപ്പെട്ടു പോകും. സംഘികൾക്ക് വേണ്ടി ഇത്രത്തോളം കരയുന്ന ആളുകളോ എന്ന് സകല പ്രമുഖ മാധ്യമങ്ങൾ, അതിനൊപ്പം കോൺഗ്രസ് അണികള്, മുസ്ലിം ലീഗ്, സകല ആളുകളും യജാതി സംഘി പ്രേമായിരുന്നോന്നറിയോ? കരയ VV രാജേഷിന് വേണ്ടി. ഇത് നേരെ ഈവനിങ് ആയപ്പോ VV രാജേഷ് മേയർ ആവുക എന്ന് പറഞ്ഞ സമയം മുതൽ പിന്നീട് ഈ കരച്ചില് മാറ്റി പിടിക്കുക. എങ്ങോട്ടേക്ക്? ശ്രീലേഖയെ നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ, ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ശ്രീലേഖയ്ക്ക് വേണ്ടി വലിയ കരച്ചില്. കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ വൈകിട്ട്, അതായത് ഭാരതീയ ജനതാ പാർട്ടി മേയർ സ്ഥാനാർത്ഥി ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് വരെ എന്തുമാതിരി വലിയ കരച്ചിലായിരുന്നു. അതായത് കാഞ്ചനമാല മൊയ്തീനെ സ്നേഹിച്ചതിനേക്കാൾ അധികമാണ്
നമ്മുടെ കേരളത്തിലെ മാപ്രകളും സകല ഈ മോദി വിരുദ്ധരും കൂടെ സംഘികളെ അങ്ങ് പ്രണയിച്ചത്. ഒരു ഘട്ടത്തിൽ രാജേഷിന് വേണ്ടി കരയാ, മറ്റൊരു ഘട്ടത്തിൽ ശ്രീരേഖയ്ക്ക് വേണ്ടി കരയാ, മാറി മാറി കരയാ. എന്നിട്ട് തമ്മിൽ പ്രശ്നം, അവിടെ പ്രശ്നം, അവിടെ RSS, ഇവിടെ BJP, അവര് അങ്ങനെ ഇങ്ങനെ എന്നിട്ട് വലിയ ചർച്ചയാ. ഇവരോടൊക്കെ തന്നെ ഒരു കാര്യം പറയാം വളരെ വ്യക്തമായിട്ട്, ഇനിയെങ്കിലും മുന്നോട്ട് പോകുമ്പോൾ വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കോളൂ. ശരിയാണ്, ഭാരതീയ ജനതാ പാർട്ടിയിൽ കൃത്യമായ ചർച്ചകൾ നടക്കൂ. ആര് മേയറാവണം, ആര് മേയറാവണ്ട, ആരെവിടേക്ക് വരണം എന്നൊക്കെ ചർച്ചകൾ നടക്കൂ. ആ ചർച്ചയ്ക്ക് അവസാനം ഒരൊറ്റ വാക്ക് നരേന്ദ്രമോദി പറയും. അങ്ങ് ഡൽഹിയിൽ നിന്ന്, അങ്ങ് കേന്ദ്രത്തിൽ നിന്ന് ഒരൊറ്റ വാക്ക് പറയും. അതിനെതിരെ പിന്നെ ഒരു അക്ഷരം ഇവിടെ ഒരാളും ഇതുമായി ബന്ധപ്പെട്ട പാർട്ടി സംവിധാനങ്ങൾക്ക് ഒരു എതിരഭിപ്രായം പോലും ഉണ്ടാവില്ല. അതുപോലെ നരേന്ദ്രമോദിയുടെ ആശീർവാദത്തോടു കൂടിയാണ് മേയർ സ്ഥാനാർത്ഥിയെയും ഡെപ്യൂട്ടി സ്ഥാനാർത്ഥിയൊക്കെ തന്നെ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒരു ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് നരേന്ദ്രമോദിയുടെ ആശീർവാദത്തോടു കൂടി വന്നിട്ടുള്ള മേയറും ഡെപ്യൂട്ടി മേയറും ഒക്കെയാ. ഇതിൽ നിങ്ങൾ എന്ത് പ്രശ്നം എന്ന് പറഞ്ഞാലും ഇതൊന്നും അതുമായി ബന്ധപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കുന്ന പോലുമില്ല. ഇതൊക്കെ കണ്ട് സകല മോദി വിരുദ്ധരും കരുതുന്നു ഭാരതീയ ജനതാ പാർട്ടിയിൽ ഫുള്ള് പ്രശ്നം, ഇതിപ്പോ അങ്ങനെ ഒരിക്കലും തകരാൻ പോകുന്നൊരു സംവിധാനമല്ല ഭാരതീയ ജനതാ പാർട്ടി. ഇതിൽ അവസാന ഒരു വാക്കുണ്ട്, അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം ഇവിടെ ഒരു പ്രശ്നത്തിനും ഒരു രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരാളും ഒരക്ഷരം വേണ്ടില്ല. കാരണം ഇതിന് കൃത്യമായിട്ട് ഒരു ആശയമുണ്ട്. ഇതൊരു അധികാര സ്ഥാനത്തിനോ പണത്തിനോ വേണ്ടിയല്ല. ഇത് കോൺഗ്രസ് അല്ല, കട്ടുമുടിച്ച് കുടുംബം വളർത്താനുള്ളൊരു സംവിധാനമല്ല ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത്. ഈ രാജ്യം വളരണം, രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം, മണ്ണിന് വേണ്ടി നിലകൊള്ളണം എന്നുള്ള കൃത്യമായ ആശയം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാ. ഇതിൽ അധികാരത്തെ ചൊല്ലിയൊന്നും കോൺഗ്രസിൽ നടക്കുന്നത് പോലെ ഒരു അടി ഉണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും നമ്മുടെ കേരളത്തിലെ ഒരു മാപ്രയും കാണേണ്ടതില്ല. ഒരു കാര്യം വളരെ വ്യക്തമാണ്, സകല സുഡാപ്പികളും അതേപോലെ തന്നെ സകല മോദി വിരുദ്ധരും കേരളത്തിൽ വലിയ രീതിയിൽ അസ്വസ്ഥരാണ്, വലിയ രീതിയിൽ അസ്വസ്ഥരാ. മേയർ സ്ഥാനാർത്ഥിക്കെതിരെ, ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിക്കെതിരെയൊക്കെ എന്തൊക്കെയാണ് ഇവിടെ ആവുന്നത് പോലെ കുറെ ആളുകൾ കളിയാക്കുന്നുണ്ട്, കുറെ ആളുകൾ തെറിവിളികൾ വിളിക്കുന്നുണ്ട്. കാരണം എന്താ, ഒരു തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഇനി കേരളം പിടിക്കുമെന്നുള്ള യാഥാർത്ഥ്യം മോദി വിരുദ്ധനും തിരിച്ചറിഞ്ഞു. ആ വെപ്രാളത്തില് പുതിയ മേയർ സ്ഥാനാർത്ഥിക്കെതിരെ, ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിക്കെതിരേക്ക് ആവുന്നത് പോലെ ഒരുപാട് വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞപ്പോ സകല മോദി വിരുദ്ധരും സമനില തെറ്റിയിട്ട് കേരളത്തില് മുന്നോട്ട് പോകുന്നുണ്ട്. മുരളീധരൻ പറഞ്ഞതെങ്കിലും നിങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോളൂ, കേരളം ഭാരതീയ ജനതാ പാർട്ടി പിടിക്കും, ഒരു തർക്കമില്ലാത്ത വിഷയ. വളരെ പെട്ടെന്ന് തന്നെ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തുമെന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.